മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ഫെബ്രുവരി 4 ബുധൻ. ആഗോള സമാധാനത്തിനും ഭദ്രതയ്ക്കും സമൃദ്ധിക്കും ട്രംപിൻ്റെ നേതൃത്വം മർമ്മപ്രധാനമാണെന്നുകൂടി പ്രധാനമന്ത്രി മോദി പറയുമ്പോൾ, ഇരുശക്തികളും പൂർവാധികം ശക്തിയോടെ ആഗോള പ്രശ്നങ്ങളിൽ യോജിച്ച സമീപന സാധ്യതകളിലേക്കാണ് വ്യക്തമായ സൂചനകൾ നൽകുന്നതെന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. ട്രംപ് മോദി വ്യാപാര കരാർ. ഒടുവിൽ ഇന്ത്യയുമായി വ്യാപാര കരാർ ആയതായി അറിയിച്ചിരിക്കുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതുപ്രകാരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ തീരുവ 25% നിന്ന് 18% കുറയ്ക്കാൻ തൻ്റെ രാജ്യം തീരുമാനിച്ചതായും ട്രംപിൻ്റെ അറിയിപ്പിൽ പറയുന്നു. വ്യാപാര കരാർ ആയെന്ന് സ്ഥിരീകരിക്കാതെ തീരുവ 18% കുറച്ചതിന് അമേരിക്കൻ പ്രസിഡന്റിന് നന്ദി പറഞ്ഞിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫലത്തിൽ ട്രംപിൻ്റെ പ്രഖ്യാപനത്തെ മോദി അംഗീകരിക്കുകയാണെന്ന് വ്യക്തം. അത്ഭുതകരമായ പ്രഖ്യാപനത്തിൽ ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്കു വേണ്ടി താൻ ട്രംപിന് നന്ദി പറയുന്നു എന്നുകൂടി മോദി തുറന്നു പറഞ്ഞിരിക്കെ മറ്റൊരു സ്ഥിരീകരണം കരാറിനാവശ്യമില്ല. ലോകത്തിലെ 2 വൻ സമ്പദ് വ്യവസ്ഥകളും ഏറ്റവും വലിയ 2 ജനാധിപത്യ രാജ്യങ്ങളും കൂട്ടായി പ്രവർത്തിക്കുമ്പോൾ അത് നമ്മുടെ ജനങ്ങൾക്ക് പ്രയോജനപ്രദവും പരസ്പര സഹകരണത്തിൻ്റെ വൻ സാധ്യതകൾ തുറക്കുന്നതുമായിരിക്കുമെന്നും എടുത്തു പറയുന്നുണ്ട് പ്രധാനമന്ത്രി മോദി. ആഗോള സമാധാനത്തിനും ഭദ്രതയ്ക്കും സമൃദ്ധിക്കും ട്രംപിൻ്റെ നേതൃത്വം മർമ്മപ്രധാനമാണെന്നുകൂടി അദ്ദേഹം പറയുമ്പോൾ, ഇരുശക്തികളും പൂർവാധികം ശക്തിയോടെ ആഗോള പ്രശ്നങ്ങളിൽ യോജിച്ച സമീപന സാധ്യതകളിലേക്കാണ് വ്യക്തമായ സൂചനകൾ നൽകുന്നത്. നേരത്തെ യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കരാർ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്കും ഇന്ത്യയിലേക്കുള്ള യൂറോപ്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്കും വൻ ഉണർവ് പ്രദാനം ചെയ്യാൻ വഴിയൊരുക്കുമെന്ന ശുഭപ്രതീക്ഷ രാജ്യം പൊതുവെ പങ്കുവച്ചിരുന്നതാണ്. ഇപ്പോൾ അമേരിക്കയുമായുള്ള വ്യാപാര കരാറോടുകൂടി ഇറക്കുമതി കയറ്റുമതി രംഗത്ത് പൂർവാധികം ഉത്തേജനമാണ് പ്രതീക്ഷിക്കേണ്ടത്. ഇന്ത്യൻ ജനതയിൽ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും ദരിദ്രർക്കും തന്മൂലം ലഭിക്കാനിടയുള്ള ആശ്വാസം എത്രത്തോളമായിരിക്കുമെന്ന് കാത്തിരുന്നു വേണം കാണാൻ. എന്തുകൊണ്ടെന്നാൽ യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര കരാറിലെ ഇളവുകൾ മൂലം ഏറെ പ്രയോജനം ലഭിക്കുക വൻകിട ആഡംബര കാറുകൾ പോലുള്ള ഉൽപ്പന്നങ്ങളുടെ ഗുണഭോക്താക്കൾക്കാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അമേരിക്കയിലേക്ക് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ചരക്കുകളുടെ മേലുള്ള ചുങ്കം ഗണ്യമായി കുറയുന്നതിൻ്റെ ഗുണഫലങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്കും സാധാരണ കർഷകർക്കും ചെറുകിട വ്യാവസായികോൽപാദകർക്കും എത്രത്തോളം ഗുണകരമാകുമെന്നത് സമ്പദ് വ്യവസ്ഥ എത്രത്തോളം ചൂഷണമുക്തമാണെന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെയോ 4ാമത്തെയോ സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യയെന്ന് നമ്മുടെ പ്രധാനമന്ത്രിയും ഭരണാധികാരികളും നിരന്തരം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും കുമ്പിളിൽ തന്നെ കഞ്ഞി കുടിക്കാൻ വിധിക്കപ്പെട്ട കോടിക്കണക്കിന് കോരന്മാർ ഇന്ത്യ മഹാരാജ്യത്ത് തുടരുകയാണല്ലോ. സാമ്പത്തിക വികേന്ദ്രീകരണത്തിനും ഭരണഘടന അനുശാസിക്കുന്ന സാമൂഹിക നീതിക്കും പ്രഥമ പരിഗണന നൽകുന്ന ഭരണകൂടങ്ങൾ രാജ്യത്തിപ്പോഴും സ്വപ്നമായി തുടരുന്നതാണ് കാരണം. അതേസമയം ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വം ലോകസമാധാനത്തിനും ഭദ്രതയ്ക്കും സമൃദ്ധിക്കും അതിപ്രധാനമാണെന്ന് നരേന്ദ്രമോദി പുകഴ്ത്തുമ്പോൾ, യാഥാർത്ഥ്യത്തിൽ നിന്ന് അതെത്രമാത്രം അകന്നിരിക്കുന്നു എന്ന് ആശ്ചര്യപ്പെടാതെ വയ്യ. ഇന്ത്യയുടെ സ്വൈരജീവിതത്തിന് നിത്യഭീഷണിയായി നാം കാണുന്ന പാകിസ്ഥാനെ അക്കാര്യത്തിൽ ഗുണദോഷിക്കുക പോലും ചെയ്യാതെ ചേർത്തുപിടിച്ച് ഗസ പുനർനിർമ്മാണ പുനഃസംവിധാന സമിതികളിലടക്കം അംഗമാക്കുന്നു ട്രംപ്. ഏറ്റവും ഒടുവിൽ ചേർന്ന അറബ് വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തെ സംബോധന ചെയ്യവേ ദ്വിരാഷ്ട്ര പരിഹാരം മാത്രമേ ഫലസ്തീൻ പ്രശ്നത്തിനുള്ളൂ എന്ന അതേ നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നു എന്ന് വ്യക്തമാക്കുകയായിരുന്നു വിദേശകാര്യമന്ത്രി ജയ്ശങ്കർ. എന്നാൽ ആ നിർദ്ദേശത്തെ പാടെ നിരാകരിക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനോടൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്നത് ട്രംപാണെന്ന് ലോകത്തിനു മുഴുവനും അറിയാമെന്നിരിക്കെ ലോകസമാധാനത്തിന് എന്ത് സംഭാവനയാണ് അയാളിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്? റഷ്യയുടെ എണ്ണയ്ക്കെതിരെ യൂറോപ്പ് മുഴുവൻ ഉപരോധം നടപ്പാക്കിയിരിക്കെ റഷ്യയുമായി ഉറ്റബന്ധം നിലനിർത്തുന്ന ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുക വഴി ബന്ധം ഊർജ്ജസ്വലമാക്കി വരികയായിരുന്നു. ഇപ്പോൾ തീരുവ കരാറിലൂടെ റഷ്യയ്ക്കു പകരം വെനസ്വേലയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യണമെന്നാണ് ട്രംപിൻ്റെ കാർക്കശ്യ നയ ഉപാധി. അതിനു വഴങ്ങുന്നതോടെ ഇന്ത്യ റഷ്യ ബന്ധം ശക്തിപ്പെടുമോ അതോ ദുർബലമാവുമോ? മറ്റധിക രാജ്യങ്ങളും ഇറാനെതിരെ സാമ്പത്തിക ഉപരോധം കടുപ്പിക്കുമ്പോഴും ചിരകാല സുഹൃത്തായ ഇറാനെ കൊണ്ടുനടക്കുന്ന നയമാണ് ഇന്ത്യയുടേത്. ഡൊണാൾഡ് ട്രംപോ ഇസ്രായേലുമായി ചേർന്ന് ഇറാനെ നശിപ്പിക്കാനുള്ള പുറപ്പാടിലാണ്. ഇത് ലോകസമാധാനത്തിനും ഭദ്രതയ്ക്കും സഹായകരമാകും എന്നാണോ?
ഡിപ്ലോമസി എന്നാൽ കാപട്യവും കണ്ണിൽ പൊടിയിടലും മാത്രമാണെന്നു വന്നാൽ ഇത്തരം ഇരട്ടത്താപ്പുകൾക്ക് ന്യായീകരണവുമുണ്ട്. മാധ്യമം പോഡ്കാസ്റ്റ്.